നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് നിയമന തർക്കത്തിൽ വൻ പ്രതിഷേധം. DCC ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് നടത്തി. അളഗപ്പ നഗർ പച്ചളിപ്പുറത്ത് 10 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. മേഖലയിലെ തെരുവുനായ ശല്യം രൂക്ഷമെന്ന നാട്ടുകാർ. NCTV ഇംപാക്ട്. വരന്തരപ്പള്ളിയിലെ ട്രാൻസ്ഫോർമറിന് ചുറ്റുമുണ്ടായിരുന്ന കാടും പടർപ്പുകളും നീക്കി അധികൃതർ. ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ കൾവട്ടിടിഞ്ഞ് അപകട ഭീഷണി. സുരക്ഷാ നടപടി വേണമെന്ന് ആവശ്യം. ദേശീയപാത കുറുമാലയിൽ പിക്കപ്പ് വാൻ ഡിവൈഡറിലെ കാനയിലേക്ക് ഇടിച്ചുകയറിയ അപകടം. ഡ്രൈവർ രക്ഷപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് നിയമനത്തിലുള്ള തർക്കം തുടർന്ന് തൃശൂർ DCC ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വൻ പ്രതിഷേധം. DCC പ്രസിഡന്റിന്റെ കോലവുമായി DCC ഓഫീസിന് മുന്നിൽ മറ്റത്തൂരിലെ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മുൻപ് പാർട്ടി നടപടി നേരിട്ട VM ഹസനെ മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പാർട്ടിയിൽ നിലവിൽ സജീവമല്ലാത്ത ഒരാളെ മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചത് അംഗീകരിക്കാനാവില്ലെന്നാണ് പ്രവർത്തകരുടെ പക്ഷം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്താക്കപ്പെട്ട മുൻ DCC സെക്രട്ടറി TM ചന്ദ്രനെ തിരിച്ചെടുക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പുതിയ നിയമനം നടത്തിയ DCC പ്രസിഡന്റിനെതിരെയും പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി. ജോസഫ് ടാജറ്റ് കോൺഗ്രസിന്റെ അന്തകൻ. ജോസഫ് ടാജറ്റിനെ മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായിട്ടാണ് സമരക്കാർ വന്നത്. DCC പ്രസിഡന്റിനെ കോലം തയ്യാറാക്കിയാണ് പ്രവർത്തകർ എത്തിയത്. എന്നാൽ പാർട്ടി പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് സ്വന്തം പിതാവിനെ കത്തിക്കുന്നതിന് തുല്യമായി കണ്ട് കോലം കത്തിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് പ്രവർത്തകർ വ്യക്തമാക്കി. പ്രതീകാത്മകമായി കോലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധം തുടരുമെന്നും ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ജൂലൈ 1 മുതൽ KPCC ആസ്ഥാനത്ത് സമരം നടത്തുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. സംഭവ സമയത്ത് DCC പ്രസിഡന്റോ മറ്റ് പ്രധാന നേതാക്കളോ ഓഫീസിലുണ്ടായിരുന്നില്ല. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം DCC ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ BJPയുമായി ബന്ധമുണ്ടാക്കിയവരാണ് ഇവരെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്കായി പാർട്ടിയുടെ സ്വാഭാവിക നടപടിയാണ് മറ്റത്തൂർ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത്. അക്കാര്യത്തിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ നേതൃത്വത്തെ രേഖാമൂലം അറിയിക്കാം. DCC പ്രസിഡന്റിന്റെ നടപടിയിൽ അതൃപ്തിയുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടത് KPCCയാണ്. അത്തരം സമാനമായ നടപടിക്രമങ്ങൾ പോലും സ്വീകരിക്കാതെ പ്രതിഷേധവുമായി രംഗത്തെത്തിയവർക്ക് മറ്റു ചില ദുരുദ്ദേശങ്ങൾ കൂടിയുണ്ടെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. നടപടി ഇവിടെ KPCCയുടെ ഉന്നതാധികാര സമിതി ഇവിടെ ഏതെങ്കിലും മണ്ഡലം പ്രസിഡന്റ് വെക്കണമെങ്കിൽ കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ KPCC സെക്രട്ടറിമാരെ വിളിച്ചിരുന്നു, അവരാരും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ DCC ഭാരവാഹിയോട് ചോദിച്ചപ്പോൾ അവരും അറിയാതെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കുറച്ചുപേരെ പുറത്താക്കിയിരുന്നല്ലോ, അവരെ തിരിച്ചെടുത്തിട്ടുണ്ടോ? ഇതുവരെ ആരെയും തിരിച്ചെടുത്തിട്ടില്ല. അവരെ തിരിച്ചെടുക്കുക മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിനുവേണ്ട നടപടികളും ചെയ്തിട്ടില്ല. കാരണം അവർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അവിടെ അവരെ ബോധിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്തിരുന്നു. DCC പ്രസിഡന്റ് കട്ടായി നിൽക്കാൻ ഇവരൊന്നും തിരിച്ചെടുക്കില്ല, ചെയ്യില്ല. KPCC നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ രാജിവെക്കാൻ. BJP പിന്തുണ ജയിച്ചവർ രാജിവെച്ചിട്ടുണ്ടോ? നമ്മുടെ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് രാജിവെച്ചിരുന്നു. പിന്നീട് നമ്മൾ നിന്ന ആൾക്കാർ അവര് തന്നെയാണ് ജയിച്ചത്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റും. തിരിച്ചെടുത്തില്ല. BJP പിന്തുണയല്ലേ രണ്ടാമത് ജയിച്ചത്? അവിടെ നമുക്ക് ആര് പിന്തുണ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവർ സ്വതന്ത്രരായി നിൽക്കുകയാണ്. ദേശീയപാതയിൽ ആമ്പല്ലൂർ മേൽപ്പാതയിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച മുതൽ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. ദേശീയപാത ആമ്പല്ലൂർ അടിപ്പാതയ്ക്ക് മുകളിലെ മേൽപ്പാതയിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വാഹനങ്ങൾ കടത്തിവിട്ടു. മേൽപ്പാതയുടെ മുഴുവൻ വീതിയിലും ടാറിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും തിരക്കേറിയ സമയത്താണ് പാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. സർവീസ് റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഇതോടെ സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ആംബുലൻസുകൾ മാത്രമാണ് കടത്തിവിട്ടിരുന്നത്. പിന്നീട് എല്ലാ വാഹനങ്ങളും കടത്തിവിടാൻ തുടങ്ങി. പണി പൂർത്തിയാകാത്തതിനാൽ നിയന്ത്രിതമായ സമയങ്ങളിൽ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അളഗപ്പ നഗർ പച്ചളിപ്പുറത്ത് 10 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു.
പച്ചളിപ്പുറം മഞ്ഞളി റിജോയുടെ മകൻ ജോയലിനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരുക്കേറ്റത്. കാലിന് പരിക്കേറ്റ കുട്ടി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞായറാഴ്ച വൈകിട്ട് 6:30യോടെയാണ് സംഭവം. ഇവരുടെ വീടിന് മുൻപിലെ റോഡിൽ നിൽക്കുകയായിരുന്ന കുട്ടിയെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടി വീട്ടിലേക്ക് ഓടിക്കയറിയതോടെ ഗുരുതര പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ട്യൂഷൻ കഴിഞ്ഞു വന്നിരുന്ന വിദ്യാർത്ഥികളെ തെരുവുനായ ഓടിച്ചിരുന്നു. മേഖലയിലെ തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പറപ്പൂക്കരയിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്ത സ്ത്രീ പിക്കപ്പ് വാൻ ഇടിച്ചു മരിച്ചു. പറപ്പൂക്കര മേലേമഠത്തിൽ ഗോപിനാഥിന്റെ ഭാര്യ കുമാരിയാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. പരിക്കേറ്റ ഗോപിനാഥിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1-ന് ഇവരുടെ വീടിന് മുൻപിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ കുമാരിയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മരത്താക്കരയിൽ വിവാഹ നിശ്ചയത്തിന് പോയി സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. വീട്ടിലേക്ക് തിരിക്കുന്നതിനിടെ സ്കൂട്ടറിന് പിറകിൽ വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ വാൻ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മക്കൾ സജിത്ത്, സൗമ്യ, മരുമക്കൾ ശ്രുതി, കൃഷ്ണരാജ്. സംസ്കാരം തിങ്കളാഴ്ച 5:30-ന് വീട്ടുവളപ്പിൽ. ദേശീയപാത കുറുമാലിയിൽ പിക്കപ്പ് വാൻ ഡിവൈഡറിലെ കാനയിലേക്ക് ഇടിച്ചുകയറിയ അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാതയിലെ കാനയിലേക്കാണ് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുറുമാലിയിലെ യു-ടേണിന് സമീപം നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാൻ മറ്റൊരു കാറിലിടിച്ച് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇവിടെ സ്ഥിരം അപകട മേഖലയാണെന്നും കൃത്യമായ സിഗ്നലുകൾ പുനർനിർമ്മിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. NCTV ഇംപാക്ട്. വരന്തരപ്പള്ളി KSEB സെഷനിലെ ട്രാൻസ്ഫോർമറിന് ചുറ്റുമുണ്ടായിരുന്ന കാടും പടർപ്പുകളും നീക്കി അധികൃതർ സുരക്ഷ ഉറപ്പാക്കി. വാസുപുരം ആറ്റപ്പള്ളി റോഡിന് സമീപമുള്ള ട്രാൻസ്ഫോമറിന് ചുറ്റും കാടും പടർപ്പും വ്യാപകമായി വളർന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തിയിരുന്നത്. സമീപത്തെ വൈദ്യുത പോസ്റ്റുകളിലേക്കും വള്ളിച്ചെടികൾ പടർന്നു കയറിയതോടെ വൈദ്യുതി അപകടത്തിനുള്ള സാധ്യതയും വർദ്ധിച്ചിരുന്നു. ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി മുപ്ലിയം സ്വദേശിയും മനുഷ്യാവകാശ പൊതുപ്രവർത്തകനുമായ KG രവീന്ദ്രനാഥ് വരന്തരപ്പള്ളി KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു. ട്രാൻസ്ഫോമറിന് സമീപത്തേക്ക് പോലും എത്താൻ കഴിയാത്ത വിധം കാടു കയറിയിരിക്കുന്നതായി പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് NCTV വിഷയം വാർത്തയാക്കിയതോടെ അധികൃതർ അതിവേഗം ഇടപെട്ടു. ഉടൻ തന്നെ KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ട്രാൻസ്ഫോമറിന് ചുറ്റുമുണ്ടായിരുന്ന കാടുകളും പടർപ്പുകളും പൂർണ്ണമായി വെട്ടിമാറ്റി. സമീപത്തെ വൈദ്യുത പോസ്റ്റുകളിലേക്ക് പടർന്നു കയറിയ വള്ളിച്ചെടികളും നീക്കം ചെയ്ത് പരിസരം സുരക്ഷിതമാക്കി. ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ കൾവെട്ടിടിഞ്ഞത് വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. അടിയന്തരമായി സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിലെ വരാക്കര അമ്പലത്തിന് സമീപമുള്ള ചെറിയ പാലത്തിന്റെ കൽവർട്ടാണ് ഭാഗികമായി ഇടിഞ്ഞത്. റോഡിനോട് ചേർന്ന ഭാഗത്തുണ്ടായ ഈ തകർച്ച യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുമെന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ദിവസവും ഈ വഴിയാണ് സഞ്ചരിക്കുന്നത്. ഇടിഞ്ഞ ഭാഗത്ത് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളോ സംരക്ഷണ ഭിത്തിയോ ഇല്ലാത്തതിനാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ കൊടകര സെക്ഷൻ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. കിലയുടെയും ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പുതുക്കാട് ത്രിദിന തൊഴിൽ പരിശീലന ക്യാമ്പ് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതീയ പട്ടികജാതി കലാക്ഷേത്ര പ്രസിഡന്റ് NV അയ്യപ്പൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC ജനീഷ്, കില മണ്ണുത്തി കോർഡിനേറ്റർ റഷീദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PC സുബ്രൻ, ഭാരതീയ പട്ടികജാതി കലാക്ഷേത്ര ഭാരവാഹികളായ MC ഗോപി, CV ബാബു, ഉഷ ഉണ്ണി, TB ബിബിത എന്നിവർ പ്രസംഗിച്ചു. ഈ പരിപാടിയുടെ നടത്തിപ്പിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ള ആരാധനായിട്ടുള്ള അയ്യപ്പനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൾ വരേണ്ടിയിരുന്നു, പക്ഷേ വരില്ല. ചില അത്യാവശ്യങ്ങൾ കാരണം
വരാൻ പറ്റിയിട്ടില്ല. പകരം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. 3 ദിവസത്തെ ഒരു തൊഴിൽ പരിശീലനമാണ്. ഈ ഒരു തൊഴിൽ പരിശീലനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ തൊഴിലാണത്, പരിശീലനം കൊടുക്കുക എന്നുള്ളത്. ഇന്നത്തെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ, ഇന്ത്യ രാജ്യത്ത് മുഴുവനായിക്കോട്ടെ, വേൾഡ് വൈഡ് ആയിക്കോട്ടെ, മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നത് വളരെ കൂടുതലാണ്. ഇപ്പൊ A+കാരുടെ ഒരു സമ്മാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ ജനപ്രതിനിധികൾക്ക്. 1982 കാലഘട്ടത്തിൽ സ്ഥാപിതമായ ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘം ക്ഷേത്ര അനുഷ്ഠാന കലാരംഗത്തെ കലാകാരന്മാരെയും നാടൻ പാട്ട് കലാരംഗത്തുള്ള കലാകാരന്മാരെയും ബാൻഡ് മേളം തുടങ്ങിയ മേഖലകളിലെ കലാകാരന്മാരെ അവരുടെ സീസൺ കഴിയുന്ന സമയത്ത് സാമ്പത്തികമായി സഹായിക്കുന്നതിനും അവരുടെ വാദ്യ ഉപകരണങ്ങൾ കേടുവന്നാൽ അത് സർവീസ് ചെയ്യുന്നതിനും അതിൻ്റെ പാർട്സ് വിതരണം ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ആദ്യകാലങ്ങളിൽ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം തുടക്കം കുറിച്ചത്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ പരിശീലനം നേടി അസംസ്കൃത വസ്തുവായിട്ടുള്ള നമ്മുടെ ഓട, അതുപോലെ തന്നെ മുള എന്നിവയുടെ ലഭ്യത കുറവ് മൂലം നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി CPM കാവനാട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തി. CPM കാവനാട് ബ്രാഞ്ച് സെക്രട്ടറി KS അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകരായ V കൃഷ്ണൻ, PK വാസു, PS സുബ്രഹ്മണ്യൻ, KA അജീഷ്, സുകേഷ് പ്രഭാകരൻ, TP ബാബു, മല്ലിക സുനിൽകുമാർ, രമണി ഉണ്ണികൃഷ്ണൻ, MK രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാവനാട് ഗ്രാമമന്ദിരവും പരിസരവും ശുദ്ധീകരിക്കുകയും സമീപമുള്ള കനാൽ ബണ്ടിലെ കാട് വെട്ടി വൃത്തിയാക്കുകയും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ജലനിർഗമനം സുഗമാക്കുകയും ചെയ്തു. കൊരട്ടി വാളൂരിൽ പ്രവർത്തിക്കുന്ന ഹോളോബ്രിക്സ് കമ്പനിയിൽ നിന്ന് ഇരുമ്പ് സാധനങ്ങളും മോട്ടോറും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മോഷ്ടിച്ച ഡൽഹി സ്വദേശിയായ യുവാവിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂഡൽഹി തിലക് മാർഗ് തേമുനഗർ സ്വദേശിയായ യൂനസ് ആണ് അറസ്റ്റിലായത്. കൊരട്ടി സ്വദേശി വാടകയ്ക്കെടുത്ത് നടത്തുന്ന വാളൂരിലെ സെന്റ് ജോസഫ് ബ്രിക്സ് എന്ന സ്ഥാപനത്തിലായിരുന്നു മോഷണം നടന്നത്. സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന ഗ്രീസ് അടിക്കുന്ന പമ്പ്, ഇരുമ്പിന്റെ കഷ്ണങ്ങൾ, പൈപ്പിന്റെ ബെൻഡുകൾ, കേബിളുകൾ, മോട്ടോർ എന്നിവയാണ് പ്രതി മോഷ്ടിച്ചത്. പ്രതിയെ നാട്ടുകാർ തടഞ്ഞു നിർത്തുകയും പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. യൂനസ് ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 മോഷണ കേസുകളിലെ പ്രതിയാണ്. നിയമ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊരട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ CS സുമേഷ്, ASI ഷീബ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ്, ഉണ്ണികൃഷ്ണൻ, മാർട്ടിൻ, സിവിൽ പോലീസ് ഓഫീസർ അമൽ ആനന്ദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നന്ദിക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ നവീകരണ കലശ ചടങ്ങുകൾക്ക് സമാപനമായി. നന്ദിക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നവീകരണ കലശ ചടങ്ങുകൾക്ക് സമാപനമായി. ചടങ്ങിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, അധിവാസം വിടർത്തി പൂജ, ജീവകലശാഭിഷേകം, വിശേഷാൽ പൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി, മേൽശാന്തി ബിജു കൃഷ്ണൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സിദ്ധൻ കൈതവളപ്പിൽ, സെക്രട്ടറി KM ലോഹിതാക്ഷൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃക്കൂർ ഗ്രാമീണ വായനശാലയിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് PN പണിക്കർ അനുസ്മരണ പരിപാടി നടത്തി. തൃക്കൂർ ഗ്രാമീണ വായനശാലയിൽ വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് PN പണിക്കർ അനുസ്മരണ പരിപാടി നടത്തി. വായനശാല പ്രസിഡന്റ് നന്ദൻ പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ K രമാദേവി, പഞ്ചായത്ത് അംഗങ്ങളായ മായ രാമചന്ദ്രൻ, ഷീബ നികേഷ്, ശാന്തി മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൃത സുനിൽ, കല്ലൂർ VLP സ്കൂൾ അധ്യാപിക ശാന്തി, മനോജ് കുമാർ, ബിജു പവിത്ര എന്നിവർ പ്രസംഗിച്ചു.
വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയിൽ PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PS അംബുജാഷൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് MK ബാബു മുഖ്യപ്രഭാഷണം നടത്തി. റാഫേൽ കോപ്ലി, സജിത രാജീവ്, OS മാധവൻ, ഇമ്മാനുവൽ ഷാജു, സുശീല രാമദാസ്, KR ശിവശങ്കരൻ, ആൻലിയ ജോസ് എന്നിവർ പ്രസംഗിച്ചു. വായനാ വാരവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ ഒരുക്കി കല്ലൂർ ആലങ്ങാട് ശങ്കര UP സ്കൂൾ. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ ഗിരീശൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക ശ്രീകല, അധ്യാപക പ്രതിനിധി സത്യൻ എന്നിവർ പ്രസംഗിച്ചു. ജനതാ വായനശാലയുമായി ചേർന്ന് ശങ്കര സ്കൂൾ നടത്തിയ വായനാക്കുറിപ്പ് മത്സരത്തിൽ വിജയികളായ ജാനറ്റ് ജാക്സൺ, തീർത്ഥലക്ഷ്മി, അവന്തിക, അതിഥി അരുൺ, തനു ശരത് എന്നിവർക്ക് സ്മിത മേനോൻ എൻഡോമെന്റ് വിതരണം ചെയ്തു. കുട്ടികൾ തയ്യാറാക്കിയ പോസ്റ്ററുകളുടെയും ചുവർ പത്രികകളുടെയും പ്രദർശനവുമുണ്ടായി. പുലക്കാട്ടുകര സ്വദേശിയായ രേഷ് ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം വേണമെന്ന് KK രാമചന്ദ്രൻ MLA നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. പടിഞ്ഞാറേപ്പുരയ്ക്കൽ വീട്ടിൽ രേഷ് ബാബു വിയ്യൂർ ജയിലിൽ റിമാൻഡിൽ കഴിയവേ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് മരിക്കുകയും ചെയ്തത്. രേഷ് ബാബുവിന്റെ ദുരൂഹമരണം അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും KK രാമചന്ദ്രൻ MLA ആവശ്യപ്പെട്ടു. ശരിയായ അന്വേഷണം നടത്തുമെന്നും ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആദരവ് 2026 സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. തൃക്കൂരിൽ നിന്നും ലഡാക്കിലേക്ക് ബൈക്ക് യാത്ര നടത്തി ശ്രദ്ധേയനായ നിഷിദിനെ ചടങ്ങിൽ ആദരിച്ചു. മിനിയേച്ചർ പുസ്തകങ്ങളിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഗിന്നസ് സത്താർ ആദൂരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോം ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, സന്ദീപ് കണിയത്ത്, സംഗീത ദിവാകരൻ, രമണി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ആദരവുകളും അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഗ്രാമപഞ്ചായത്തിന്റെ ആദരവ് അത് ഔദ്യോഗികമായി തന്നെ നിങ്ങൾ ഏറ്റുവാങ്ങുക എന്നുള്ളത് അത് ഏറ്റവും അമൂല്യമായ ഒരു വേദിയാണ്, ഒരവസരമാണ്. ഈ അവസരത്തിന് അർഹരായ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി തൃക്കൂർ പഞ്ചായത്ത് 18ാം വാർഡിന്റെ നേതൃത്വത്തിൽ ആദരവ് 2026 സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഠനോപകരണ വിതരണവും ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോം ജോൺ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ദീപ് കണിയത്ത്, സംഗീത ദിവാകരൻ, പ്രബനൻ ചുണ്ടേലപ്പറമ്പിൽ, ധന്യ ഷനോജ്, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരായ രാജു കിഴക്കൂടൻ, ചന്ദ്രൻ, ഷാജു അറങ്ങാശ്ശേരി, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായി. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം വനത്തിലുള്ള ആനപ്പാന്തം ആദിവാസി ഉന്നതിയിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കോടാലി സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. സൗഹൃദവേദി പ്രസിഡന്റ് PT ജോയ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം AA റഫീഖ് അധ്യക്ഷത വഹിച്ചു. സൗഹൃദവേദി സെക്രട്ടറി VM ഹംസ, PK രമേശ്, ഊരുമൂപ്പൻ സേവ്യർ, വനം വകുപ്പ് പ്രതിനിധി വിനോദ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 8 വിദ്യാർത്ഥികളെയാണ് മെമന്റോ നൽകി അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്കായി ബാഗുകൾ, റെയിൻകോട്ടുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങിയവ വിതരണം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. യോഗ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുലം അധ്യക്ഷത വഹിച്ചു. നന്ദിപുലം ആയുർവേദ ആശുപത്രിയിൽ നിന്ന് യോഗ അഭ്യസന റാലിയും സംഘടിപ്പിച്ചു. യോഗയും ആയുർവേദവും എന്ന വിഷയത്തിൽ ഡോക്ടർ അഭിഷേകും, ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാം എന്ന വിഷയത്തിൽ ഡോക്ടർ രംഗീലയും ക്ലാസുകൾ നയിച്ചു. സ്ഥിര സമിതി അധ്യക്ഷന്മാരായ ലില്ലി ബേബി, സുഹറ മസീദ്, KS ജിഷാദ്, പഞ്ചായത്ത് അംഗങ്ങളായ VB അരുൺ, സത്താർ,
റോസിലി തോമസ്, ഷീബ സന്ദീപ്, അന്തോണി പൊന്നാരി തുടങ്ങിയവർ പങ്കെടുത്തു. എതിരല്ല, നമ്മളിപ്പോൾ പഠിച്ച വൈദ്യന്മാരുണ്ട്, പാരമ്പര്യമുള്ള വൈദ്യന്മാരുണ്ട്, നല്ലതാണ്, കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഠിക്കാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ കള്ളനാണയങ്ങളുണ്ട്. യൂട്യൂബോ ഫേസ്ബുക്കോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന അധികം പേരും എന്താണ് കള്ളനാണയങ്ങളാണ്. അവരെ എക്സാജറേറ്റ് ചെയ്തിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഉപ്പ് ക്യാൻസർ ഉണ്ടാക്കും. പുതുക്കാട് GVHSSൽ അന്താരാഷ്ട്ര യോഗ ദിനവും സംഗീത ദിനവും ആചരിച്ചു. പ്രധാന അധ്യാപിക MP ബിന്ദു, അധ്യാപകരായ PA പുഷ്പ, CC സുജ എന്നിവർ നേതൃത്വം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനവും സംഗീത ദിനവും ആചരിച്ചു. കൃഷ്ണാസന യോഗ മത്സരത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിന്നറും പൂർവ്വ വിദ്യാർത്ഥിയുമായ CB ഗായത്രി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ, വിദ്യാലയ സമിതി അംഗങ്ങളായ TC തിലകൻ, സീതാ ഗംഗാധരൻ, ക്ഷേമസമിതി പ്രസിഡന്റ് ഷാജു കളരിക്കൽ, ജയശ്രീ അയ്യപ്പൻ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനം, സൂര്യ നമസ്കാരം, സംഗീതാർച്ചന എന്നിവ ഉണ്ടായിരുന്നു. അളഗപ്പ് നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റിന്റെയും NCCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഹാർട്ട്ഫുൾനെസ് ട്രെയിനിംഗിലെ യോഗ ഇൻസ്ട്രക്ടേഴ്സ് KP സീമ, മഞ്ജു കൃഷ്ണപ്രസാദ് എന്നിവർ ക്ലാസ് നയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, വകുപ്പ് തലവന്മാരായ NP സെബി, CJ സിൻഡോ, ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ജോബി മൈക്കിൾ, NCC ഓഫീസർ MA പ്രശോഭ്, NSS APO രാഗിയ ജോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോകകപ്പ് 2026നോടനുബന്ധിച്ച് ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ 1 മില്യൺ തൂഫാൻ ഗോൾസ് ക്യാമ്പയിൻ ആവേശകരമായി. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് 500 ഗോളുകൾ നേടി. വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിറഞ്ഞ ആവേശത്തോടെയാണ് ഗോളടിച്ചത്. PTA പ്രസിഡന്റ് നിർമ്മൽ കുമാർ ആദ്യ ഗോളടിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് ജെയ്സൺ ഒല്ലുകാരൻ, MPTA പ്രസിഡന്റ് അനുജ സജീവ്, വൈസ് പ്രസിഡന്റ് റിയ അജീഷ്, സ്കൂൾ പ്രധാനാധ്യാപിക AR ദിവ്യ എന്നിവർ നേതൃത്വം നൽകി. വേലുപ്പാടം സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശൂരുമായി സഹകരിച്ച് വേലുപ്പാടം സെന്റ് ജോസഫ് ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് നടത്തി. വേലുപ്പാടം തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാധാകൃഷ്ണൻ, സിസ്റ്റർ ഡോക്ടർ റൂബി തെരേസ, പഞ്ചായത്ത് അംഗം അന്തോണി പൊന്നാരി, സുനിൽ വേലുക്കാരൻ, ഷിനോയ് തരിയൻ എന്നിവർ പ്രസംഗിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ചൊവ്വാഴ്ച നടക്കും. രാവിലെ 5-ന് മഹാഗണപതി ഹോമം, പ്രഭാത പൂജകൾ, വിവിധ വിശേഷാൽ പൂജകൾ, തുടർന്ന് പഞ്ചാരി മേളത്തോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, 10:30 മുതൽ പ്രസാദഊട്ട്, വൈകിട്ട് 6:30 മുതൽ ദീപാരാധന, സമൂഹാരാധന, അത്താഴപൂജ, വലിയ ഗുരുതി എന്നിവ ഉണ്ടായിരിക്കും. ക്ഷേത്രം തന്ത്രി വിജയൻ കാരുമത്ര മുഖ്യ കാർമ്മികത്വം വഹിക്കും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ LP വിഭാഗത്തിൽ ഒഴിവുള്ള അറബി അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി 24-ന് രാവിലെ 11-ന് സ്കൂൾ ഓഫീസിലെത്തണം. ഫോൺ നമ്പർ 9895460788. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,565 രൂപ, പവന് 1,08,520 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് നിയമന തർക്കത്തിൽ വൻ പ്രതിഷേധം. DCC ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് നടത്തി. അളഗപ്പ് നഗർ പച്ചളിപ്പുറത്ത് 10 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. മേഖലയിലെ തെരുവുനായ ശല്യം രൂക്ഷമെന്ന നാട്ടുകാർ. NCTV ഇംപാക്ട്. വരന്തരപ്പള്ളിയിലെ ട്രാൻസ്ഫോർമറിന് ചുറ്റുമുണ്ടായിരുന്ന കാടും പടർപ്പുകളും നീക്കി അധികൃതർ. ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ കൾവട്ടിടിഞ്ഞ് അപകട ഭീഷണി, സുരക്ഷാ നടപടി വേണമെന്ന് ആവശ്യം. ദേശീയപാത കുറുമാലയിൽ പിക്കപ്പ് വാൻ ഡിവൈഡറിലെ കാനയിലേക്ക് ഇടിച്ചുകയറിയ അപകടം, ഡ്രൈവർ രക്ഷപ്പെട്ടു.
ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.